ഹലോ ഗൈസ്, വിശ്വനാഥൻ ആൻഡ് സൺസ് സൂര്യയുടെ ലേറ്റസ്റ്റ് ആയിട്ട് അത് ഇന്നിറങ്ങിയ പുതിയ പടം. അപ്പോൾ അതിൻ്റെ റിവ്യൂ അധികം ലേറ്റ് ആക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു കടയുടെ മുമ്പിൽ തന്നെ വഴിയിൽ നിന്ന് ഇടുന്നത് ഈ വീഡിയോ. കാരണം വെച്ചാൽ ഇപ്പം തന്നെ കുറച്ച് പേര് അതിന് നെഗറ്റീവ് റിവ്യൂസ് അടിച്ചിറക്കുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ടിട്ടിറങ്ങിയവർ കറക്റ്റായിട്ടുള്ള റെസ്പോൺസ് കൊടുക്കണമല്ലോ. ആരും യൂട്യൂബിൽ റിവ്യൂ കണ്ടിട്ട് മാത്രം ഒരു സിനിമ വിലയിരുത്താൻ നിൽക്കരുത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഫാമിലി എൻ്റർടൈനറാണ്. നമുക്ക് ഒരുപാട് ഇമോഷണലി കണക്റ്റ് ആവുന്നതാണ്. മെൻ്റലി നമ്മൾ അത് റിലേറ്റ് ആവുന്നൊരു കാര്യം കൂടെയാണ്. അങ്ങനത്തെ ഒരു പടമാണത്. കാരണം വെച്ചാൽ എസ്പെഷ്യലി ഒരു 30+ അല്ലെങ്കിൽ 40+ ഉള്ളൊരു ആൾക്കാർ, ഇവൻ അവർ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തവർ കൊണ്ടാണെങ്കിൽ നല്ലപോലെ കണക്റ്റ് ആവും. ഇമോഷണലി നല്ല ടച്ചുള്ളൊരു മൂവിയാണ്. ഒരു എന്താ പറയുക, ആഫ്റ്റർ വാരണമായിരം അതിനുശേഷം ഞാൻ കാണുന്ന ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. സൂര്യയുടെ അധികം മാസമൊന്നും കാണിക്കുന്നില്ല, പക്ഷേ എന്ന് വെച്ചാൽ അത്യാവശ്യം ഫൈറ്റോ കാര്യങ്ങളെല്ലാം ഉണ്ടും താനും. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, പലരും പറഞ്ഞു വാരിസ് പോലെ എന്നൊക്കെ പറഞ്ഞു. വാരിസ് പോലെ ഒരു ഇതുമില്ല. വാരിസൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വാരിസൊന്നും കണക്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഈ പടം തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. അത്രയും നല്ലൊരു മൂവിയാണ്, നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ്. കുടുംബസമേതം പോയിരുന്ന് കാണാം. സൂര്യ എന്ന് പറഞ്ഞൊരു വേഴ്സറ്റൈൽ ആക്ടറിൻ്റെ കൂടെ തന്നെ രാധിക ശരത് കുമാർ ഇവരെല്ലാം വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മമിത ബൈജു നല്ലപോലെ അതിൻ്റെ കൂടെ കറക്റ്റായിട്ട് ഒരു മീറ്റർ കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. പുള്ളിക്കാരി ആപ്റ്റായിട്ടുള്ളൊരു കാസ്റ്റ് തന്നെയായിരുന്നു മൂവിയിൽ. 3/4 മണിക്കൂർ നല്ലൊരു ഫാമിലി എൻ്റർടൈനർ കണ്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലിയായിട്ട് പോയി കണ്ട് വിജയിപ്പിക്കേണ്ട ഒരു പടം തന്നെയാണ്. ഇങ്ങനെയുള്ള പടങ്ങളാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത്. അല്ല ചുമ്മാ തട്ടിക്കൂട്ട് പടങ്ങളല്ലല്ലോ നമ്മൾ നോക്കുന്നത്. ഇപ്പം കറുപ്പ് എന്നൊരു സിനിമയ്ക്ക് ശേഷം പുള്ളിയുടെ ആ ഒരു തിരിച്ചു വരവ് പലർക്കും നല്ലപോലെ കണ്ണടി ഉണ്ടാക്കിയിട്ടുണ്ട്, എസ്പെഷ്യലി പല ഫാൻസിൻ്റെ ഇടയിലും. അപ്പോൾ അത് അവരതിന് വേണ്ടിയിട്ട് കുറേ ഹെയ്റ്റ് റിവ്യൂസ് ഇറക്കുന്നുണ്ട്. പക്ഷേ പേഴ്സണലി ഞാൻ കണ്ട ആ പടം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു, നല്ലപോലെ കണക്റ്റായി. പക്ഷേ ഞാൻ ഒരുപാട് ഇമോഷനായി തിയേറ്ററിൽ ഇരുന്ന്. അങ്ങനെ സാധാരണ എല്ലാ പടത്തിനും ഇമോഷൻ ആവുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ചില മൊമെൻറ്റ്സൊക്കെ നല്ലപോലെ ഇമോഷനായി. നമുക്കുള്ളിൽ ഇവിടെ തട്ടുന്ന കുറേ മൊമെൻറ്റ്സൊക്കെ ഉണ്ട് പടത്തിൽ. അപ്പോൾ ഞാൻ കൂടുതൽ കഥയൊന്നും വലിച്ചു വരുന്നതായിട്ട് പറയുന്നില്ല. ഞങ്ങളൊന്ന് കണ്ടു നോക്കൂ. സെറഗുസി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊന്നും ഇന്നും പല ആൾക്കാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് ചില ആൾക്കാർക്ക്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വെച്ചിട്ടായിരിക്കാം അവർ പറയുന്നത്. പക്ഷേ എനിക്ക് നല്ലപോലെ വർക്കായി മൂവി. തീർച്ചയായിട്ടും പോയി കാണേണ്ട പടം തന്നെയാണ് നിങ്ങൾ.